ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിൻ്റെ എടുക്കേണ്ട വേരിയൻ്റ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് 8,30,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ടാറ്റ പഞ്ചിൻ്റെ പ്യുർ പ്ലസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് ഞങ്ങളോട് വാല്യൂ ഫോർ മണി ടാഗ് ലൈനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി 8,30,000 എടുക്കാനില്ല, അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ടാറ്റ പഞ്ച് എടുക്കണമെങ്കിൽ ഈ ഒരു വേരിയൻ്റ്, അതായത് ബേസ് വേരിയൻ്റ് സ്മാർട്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസ് വേരിയൻ്റെ പേര്. 6,67,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബേസ് വേരിയൻറ്റ് നമ്മൾ പറഞ്ഞ പ്യുർ പ്ലസ് എന്ന് പറയുന്ന വാല്യൂ ഫോർ മണി വേരിയൻറ്റ് നടുക്ക് മറ്റൊരു വേരിയൻ്റ് ഉണ്ട്, അതായത് പ്യുർ സ്മാർട്ട്, പ്യുർ പ്ലസ്, അങ്ങനെയാണ് വേരിയൻറ്റ് പോകുന്നത്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ബഡ്ജറ്റിനെങ്കിൽ പ്യുർ പ്ലസ് എടുക്കുകയാണ്. അതല്ലാത്തവർക്ക് ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ബേസ് വേരിയൻറ്റ് തമ്മിൽ 1,05,000 രൂപ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് ഓൺ റോഡ് വില നോക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സൊന്നും അങ്ങനെ ഇതിൽ നിന്നും മാറ്റം വരുന്നില്ല. 1,00,000 രൂപക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് നമുക്ക് പുറത്തുനിന്ന് ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്താൽ കുറച്ചുകൂടി വർത്താണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ് 6,67,000 കമ്പനി നമുക്ക് നൽകുന്നത് വിശദമായിട്ട് നോക്കാം. ബേസ് വേരിയൻ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു 6,67,000 വാല്യൂ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം നെഗറ്റീവായിട്ട് തോന്നുന്നതാണ്. മൊത്തത്തിൽ ഒരു ഫുൾ ലുക്ക് നോക്കുന്ന സമയത്ത് അങ്ങനെ ബേസ് വേരിയൻ്റേതായിട്ടുള്ള കുറവുകൾ അല്ലെങ്കിൽ ഒരു വളരെ ബേസിക് സാധനം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. അത്യാവശ്യം ഒരു ഫുൾ ഓപ്ഷന് സമാനമായിട്ടുള്ള ലുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിലായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് DRL വരുന്നുണ്ട്, LED DRL. അത് ഇവിടെ വരുന്നില്ല. ഇൻഡിക്കേറ്റർ ആണ്, ഇത് ഹാലജൻ ബൾബാണ് നൽകിയിട്ടുള്ളത്. LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്, അതും ഫോളോ മീ ഹോം ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളി ഫീച്ചറാണ്, നിങ്ങൾക്ക് ലേക്ക് കൊടുക്കാം. ഫോഗ് ലാമ്പ് വരുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതല്ല DRL ഇഷ്ടമുള്ളവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്താൽ DRLും സെറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ബമ്പറിൻ്റെ ഭാഗത്തൊക്കെ സിൽവർ എലമെൻറ്റ്, അത് ഇവിടെ ഇതൊക്കെ പുതിയ പഞ്ച് വന്നപ്പോൾ അതിൻ്റെ ക്യാരക്ടറായിട്ട് വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബേസ് വേരിയൻറ്റിലും നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ മുൻവശത്ത് നമുക്ക് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടൊന്നും പറയാനില്ല. അതെ, ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. വർഷങ്ങളിൽ ആയതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 185/70 പ്രൊഫൈലിൽ 15 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അലോയി കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ വിലയിൽ, കാരണം ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീൽ ക്യാപ്പ് പോലും അല്ലെങ്കിൽ വീൽ കവർ പോലും ഉണ്ടായിരിക്കില്ല. അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വേണം. മുൻവശത്ത് ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും വരിക. 193 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ടാറ്റ പഞ്ചിന് വരുന്നത്. ORMൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, LED ആണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് ബോഡി കളർ പോലും നമുക്ക് കിട്ടുന്നില്ല. അതിലൊരു മാറ്റ് ഫിനിഷാണ് വന്നുള്ളത്. ഡോർ ഹാൻഡിൽ നമുക്ക് ബ്ലാക്ക് ആണ്. നിങ്ങൾ ഏത് ബോഡി കളർ എടുത്താലും ഇത്തരത്തിൽ പെയിൻറ്റ് ചെയ്യാത്തൊരു രൂപത്തിലായിരിക്കും ലഭിക്കുക. പുറകിൽ പിന്നെ ഓൾറെഡി നമുക്ക് മുകളിലാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് കൊണ്ട് അവിടെ നമുക്ക് വലിയ വിഷയമില്ല എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടൊന്ന് പെയിൻറ്റ് നമ്മുടെ ബോഡി കളർ ആക്കേണ്ടി വരും എടുക്കുന്നവർ എന്നുള്ളതാണ്. റൂഫ് റെയിൽസ് വന്നിട്ടില്ല, അത് പിന്നെ ആക്സറായിട്ട് നമുക്ക് ചെറിയ പൈസ കൊടുത്താൽ ഷോറൂമിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫീച്ചറാണെന്ന് പറയാം. പുറകിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ മുൻവശത്ത് കണ്ട പോലെ തന്നെയാണ്. ഒരുപാട് ഫീച്ചേഴ്സൊന്നും എടുത്തു പറയാനില്ല. നമുക്ക് ഡീഫോഗർ വൈപ്പർ അങ്ങനെയൊന്നും വരുന്നില്ല. രണ്ടാമത്തെ വേരിയൻറ്റ് പോയാൽ ഞാൻ പറഞ്ഞില്ല 1,05,000 രൂപ നമ്മൾ അധികം കൊടുത്താൽ നമുക്ക് ആ ഒരു വേരിയൻറ്റിൽ പുറത്തെ കാഴ്ചയിൽ ബാക്കി നമ്മൾ ഇത്ര നേരം കണ്ട് സിമിലർ ആയിരിക്കും. ഇവിടെ നമുക്ക് അധികം വരുന്നതാണ് ഒരു ഡീഫോഗർ ആഡായി വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോൾ കാണുന്ന വാഹനം ഒരു CNG ആണ് വന്നുള്ളത്. ഞാൻ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് പെട്രോളിൻ്റെ ആണ്. CNGയിലേക്ക് വരുമ്പോൾ ഏകദേശം 1,20,000 രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി 7,90,000 80,000 റേഞ്ച് വരുന്നതാണ്. ഇതിൻ്റെ പെട്രോളിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത്. ഫീച്ചേഴ്സിലൊന്നും മാറ്റില്ല, നമുക്ക് സെയിം എല്ലാ ഫീച്ചേഴ്സ് സെയിം ആണ്. ആകെ CNGയിലേക്ക് വരുമ്പോൾ 1,20,000 കൂടുതൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതേ സീറ്റിന് താഴെയായിട്ട് 2 CNG ടാങ്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡുവൽ സിലിണ്ടറാണ് വന്നിട്ടുള്ളത്. പുതിയൊരു ടെക്നോളജി കാര്യമാണ്. അതായത് ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് CNG ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. നോർമലി നമുക്ക് ടാറ്റ പഞ്ചിൽ പെട്രോളിൽ വരുന്നത് 210 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ്. ഇതെന്തായാലും കുറവാണ്. ഇതിൻ്റെ ഒരു കണക്ക് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ഉയരത്തിൽ നമുക്ക് പാർസൽ ട്രേ വരും. പാർസൽ ട്രേ നിലവിൽ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ലഭിക്കുന്നില്ല, അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വേണം. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ പാർസൽ ട്രേ വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കിട്ടുള്ളൂ എന്ന് പറയാം CNGയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓട്ടങ്ങളുണ്ട്, മൈലേജ് കൂടുതൽ വേണമെന്നുണ്ട്. അതായത് പെട്രോളും നമ്മുടെ CNGയും തമ്മിൽ 10 കിലോമീറ്ററിനെങ്കിലും മിനിമം നമുക്ക് മൈലേജ് കൂടുതലുണ്ടായിരിക്കും എന്നുള്ളതാണ്. നോർമലി ഇപ്പോൾ നമുക്കൊരു 15 കിലോമീറ്റർ ആണ് പെട്രോളിൽ മൈലേജ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ CNG എടുത്താൽ 25 കിലോമീറ്റർ ആയിട്ട് വർദ്ധിക്കും. അത്രയും വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് അത് കാണാൻ സാധിക്കുക. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ കണക്റ്റിംഗ് ടൈപ്പ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. പഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ് ICNG എന്നുള്ള ബ്രാൻഡിങ് കാണാം. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. വേറെ റിയർ വ്യൂ ക്യാമറ അത്രയും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വേരിയൻറ്റ്, ഇതിന് മുകളിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പ്യുർ പ്ലസ് വേരിയൻറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല. ആ ഒരു വേരിയൻറ്റ് എടുത്താലേ കിട്ടുള്ളൂ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്കിതിൽ 1,05,000 കൊടുത്താൽ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 60/40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നുമില്ല, ഒരൊറ്റ പീസ് ഇങ്ങനെ മടക്കി വെക്കാനേ പറ്റുള്ളൂ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് പുറകിലേക്കില്ല, ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആണ്. അപ്പോൾസ്റ്ററി കാര്യങ്ങൾ ഐസ്വിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാണാം.
അത്യാവശ്യം കുഷനിയും കാര്യങ്ങളുള്ള വേറെ പാറ്റേണോ കാര്യങ്ങളൊന്നും ഫാബ്രിക്കിൽ വന്നില്ല, ഫുൾ ബ്ലാക്ക് അത്ര തന്നെ വന്നിട്ടുള്ളൂ. എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നതാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാത്ത, അതായത് ചളിയൊന്നായാലും അറിയാത്ത അത്തരത്തിലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. റൂഫൊക്കെ വൈറ്റ് തന്നെയാണ്. ഇനി കുറവുകൾ പറഞ്ഞാൽ നമുക്ക് പുറകിലേക്ക് സെൻട്രൽ ലോക്കിങ് റിമോട്ടിൽ വരുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് പുറകിലേക്ക് പവർ വിൻഡോ വരുന്നില്ല. രണ്ടാമത്തെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് 4 പവർ വിൻഡോസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്നൊരു മാറ്റം. ഇനി കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, എന്തായാലും നോർമലി ഇത് നല്ല പുറകിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സീറ്റ് മുന്നിലേക്കും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പേസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അത്യാവശ്യം ലെഗ് റൂം ഡീസൻ്റ് ആണ് പഞ്ചിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത്. ആകെ ഈ ഒരു സീറ്റിൻ്റെ റിക്ലൈനിങ് ആംഗിൾ മാത്രമാണ് നമുക്ക് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോലൊരു ഫീൽ വരിക, ബാക്കിയെല്ലാം അടിപൊളിയാണെന്ന് പറയാം. എയർ ബാഗിൻ്റെ ബാഡ്ജിങ് മൂന്നാമത്തെ നമ്മുടെ ഈ ഒരു സി പില്ലറിൽ വരെ കാണാം. കാരണം എന്താ വെച്ചാൽ 6 എയർ ബാഗ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. റിയർ എ സി വെൻ്റ് ഇല്ല, അതും രണ്ടാമത്തെ വേരിയൻറ്റ് 1,50,000 കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് ഡിഫോഗർ കിട്ടും, 4 പവർ വിൻഡോ കിട്ടും, ഒപ്പം റിയറിലേക്ക് എ സി വെൻറ്റും വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ 1 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം വലിയ ഫീച്ചേഴ്സ് അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വാല്യൂ ഫോർ മണി അല്ല എന്നുള്ളത് എടുത്തു പറയുന്നത് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ മുൻവശത്തെ ഒരു വ്യൂ. ഇങ്ങനൊരു വണ്ടി നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഈ ഒരു വൈൻഡറുള്ളൊരു വണ്ടി കുറേ കാലമായിട്ട് കയറിയിരുന്നിട്ട് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വാഹനത്തിൽ കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നിൽ നോക്കി കഴിഞ്ഞാലും കണ്ടോ, അവിടെ സ്ക്രീനിൻ്റെ അവിടെ ഒരു പാനൽ പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡോറുകളുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 90 ഡിഗ്രി ഓപ്പൺ ആവുന്നതാണ്. അത് ഫ്രണ്ടിലാണെങ്കിലും പുറകിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ വൈഡായിട്ട് ഓപ്പൺ ആവും. മുൻവശത്ത് പക്ഷേ വൈൻഡർ അല്ല കേട്ടോ, 2 പവർ വിൻഡോസ് നമുക്ക് മുൻവശത്ത് വരുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയ, അംബ്രല ഹോൾഡർ, അത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. റിക്ലൈൻ അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്കും ബാക്കിലേക്കും കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. CNG മോഡ് മാറ്റാനായിട്ട് പറ്റും. അതായത് പെട്രോളും CNGയിലും ഓടും ഈ ഒരു വാഹനം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്താണ് ഇവിടെ. പെട്രോളിൽ ഓടും മൈലേജിൻ്റെ വ്യത്യാസം മാത്രമല്ല, പെട്രോളിൽ പവർ കൂടും, CNGയിൽ ഏകദേശം ഒരു 15 ബേസോളം പവർ കുറയുകയും ചെയ്യും. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ അതും ഫിക്സഡ് ആണോ അല്ല, ടിൽറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്കിലും കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നമുക്ക് സ്മാർട്ട് സ്റ്റിയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ ഇലിമിനേഷൻ കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തൊട്ടിട്ടാണ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നത്. അതായത് 1,50,000 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്, 4 സ്പീക്കർ ഡോറിൽ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ടച്ച് സ്ക്രീൻ ഇല്ല. അതായത് ടച്ച് സ്ക്രീൻ അപ്പോഴും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒന്നിലേക്ക് ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് എന്തായാലും പൈസ കൊടുത്ത് വെക്കുക. അതല്ലെങ്കിൽ നേരെ മൂന്നാമത്തെ വേരിയൻറ്റിൽ വെക്കുക, 8,30,000. ഇതൊന്നും ഒരു 1,60 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടാത്ത അതുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് നടക്കാമെന്നുള്ളതാണ്. പിന്നെ ഒരു കുഞ്ഞ് MID ആണ്, ഒരു 10.16 സെൻറ്റിമീറ്റർ വരുന്നൊരു കുഞ്ഞ് MID. അത്യാവശ്യമായിട്ട് ഡീറ്റെയിൽസ് അതിൽ കാണാം. ഡോർ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഡോർ ഓപ്പണായി, ഓഡോമീറ്റർ, കീ ഇതിലില്ല. അതുകൊണ്ട് എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇൻക്ലൂഡിങ് ടയർ പ്രഷർ മോണിറ്ററിംഗ് അടക്കം നമുക്ക് ബേസിൻ്റെ ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി, അതിനൊരിലേക്ക് കൊടുക്കാനും. പിന്നെ അവിടെ ടച്ച് സ്ക്രീൻ ഞാൻ പറഞ്ഞല്ലോ, പാനൽ പോലും നൽകിയിട്ടില്ല, വളരെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടച്ച് സ്ക്രീൻ വെക്കുമ്പോൾ പാനലടക്കം നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് അടിപൊളി ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് നമ്മുടെ AC-യുടെ വെൻറ്റിന് ചുറ്റമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ കാണാൻ സാധിക്കും. അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ AC-യുടെ കൺട്രോൾസാണ്. അത്രയൊക്കെ തന്നെ, ഒരുപാട് കൺട്രോൾസ് ഒന്നുമില്ല. മാനുവലായിട്ട് മാത്രമേ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുള്ളത്. CNG ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് നമുക്ക് കിട്ടുക. 12 വാട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് കാണാൻ സാധിക്കും. പിന്നെ ആംറസ്റ്റ് നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ്, അതായത് 1,50,000 രൂപ നിങ്ങൾ അധികം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആംറസ്റ്റ് കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് മാറ്റം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണ് 1,50,000 കൊടുക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു നോർമൽ USB ടൈപ്പ് C ടൈപ്പ് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്, ആംറസ്റ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 സ്പീക്കർ, പുറയിലേക്ക് AC വെൻ്റ്, ഡിഫോഗർ, ഇത്രയൊക്കെയാണ് നമുക്ക് അതിൽ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് വലിയ മാറ്റം 1 ലക്ഷം രൂപക്ക് വർത്തായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. മുൻവശത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ളൊരു പ്ലെയിൻ ബ്ലാക്ക് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലോ ബോക്സ് അത്യാവശ്യം സൈസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിമ്മിങ് IRM കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, വളരെ ബേസിക് ആയിട്ടുള്ള IRM ആണ്. അത് ചേഞ്ച് ചെയ്തൊരു സേഫ്റ്റി, കാരണം ടാറ്റ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരു ബ്രാൻഡ്. നമുക്ക് ഇതിൽ തന്നെ ടയർ പ്രഷർ മോണിറ്ററിങ്ങും ഐസിഫിക് ചൈൽഡ് സീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM കൂടി കൊടുക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ ഒരു മാപ്പ് ലാമ്പ്, നമുക്ക് നടുവിൽ ബാക്കിലേക്ക് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല, ആകെ ഒരു വാഹനത്തിൻ്റെ ക്യാബിനകത്ത് ഒറ്റ ലാമ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത്രയൊക്കെയാണ് മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഇത്ര നേരം കണ്ട ടാറ്റ പഞ്ചിൻ്റെ എഞ്ചിൻ വരുന്നത്. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് പുതിയ ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി വന്നിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് ഈ ഒരു സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ ലഭിക്കില്ല കേട്ടോ. നമ്മൾ പറഞ്ഞ പ്രൈസിൽ കിട്ടുന്നത് നോർമൽ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. നമുക്ക് CNG ആയിട്ടും ഉണ്ട് എന്ന് പറഞ്ഞ് മൈലേജ് വേണ്ടവർക്ക് ഏകദേശം നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു 1,20,000 രൂപ ആദ്യം കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു മൈലേജിൽ ഓടിയിട്ട് ആ പൈസ ലാഭം എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത്രയും ഓട്ടമുള്ളവർക്ക് മാത്രമേ വേണമെങ്കിൽ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാമെന്ന് CNG പറയാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആരും CNG ഉപയോഗിക്കണ്ടെങ്കിൽ ഈ ഒരു 1 ലക്ഷമൊക്കെ അധികം കൊടുത്തിട്ട് നമ്മൾ സെയിം വേരിയൻ്റ്, അതായത് പെട്രോളിനെ അപേക്ഷിച്ച്
അത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആ 1 ലക്ഷം നമുക്ക് എത്ര നാൾ കൊണ്ട് മുതലാക്കാൻ പറ്റുമെന്നുള്ളത് CNG ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഞാൻ ബേസ് വേരിയൻ്റെ പ്രൈസ് പറഞ്ഞു. ബാക്കി ടാറ്റ പഞ്ചിൽ വരുന്ന പുതിയ വാഹനത്തിൻ്റെ CNG ആണെങ്കിലും നോർമൽ ആണെങ്കിലും എല്ലാ വേരിയൻ്റെയും പ്രൈസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അവിടെ നോക്കി ഞങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് പറ്റും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.